2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. വൈകിട്ട് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം 6:30-ന് 1.5 ലക്ഷത്തോളം BJP പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നാവിക വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങി വരുന്ന വഴിയിൽ നിന്ന് കിരൺ കുമാർ, റോഡ് ഷോ ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്നും ജിജീഷ് കരുണാകരൻ, റോഡ് ഷോ കടന്നു പോകുന്ന ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നും നിഷ മനോഹർ, പാർക്ക് അവന്യൂ റോഡിൽ നിന്ന് അരുൺ ആലത്തൂർ, ഗസ്റ്റ് ഹൗസിന് സമീപം സുധീഷ് ഗോപാൽ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ജിജീഷ് കരുണാകരനിലേക്കാണ്. ജിജീഷ, പ്രധാനമന്ത്രി എത്തുന്ന ആവേശത്തിൽ തന്നെയാണ് മലയാളക്കര ഒന്നാകെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്ര മണിക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് നിലവിലെ സമയക്രമം പ്രകാരം അറിയാൻ സാധിക്കുന്നത്? 6:30 തന്നെ റോഡ് ഷോ ആരംഭിക്കുമോ? വിഷ്ണു, നിലവിൽ 6:30 ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി എത്താൻ അല്പം കൂടി വൈകാനുള്ള ഒരു സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 7 മണിയോടെയായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് മൈതാനത്ത് പരിസരത്ത് നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കുക. അദ്ദേഹം റോഡ് മാർഗം ഇവിടെ എത്തും. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ആദ്യം റോഡ് ഷോയുടെ തുടക്കം കുറിക്കുന്നത്. അതിനുശേഷമാണ് 1 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 1.25 കിലോമീറ്ററോളം നീളുന്ന റോഡ് ഷോയ്ക്ക് തുടക്കം കുറിക്കുക. എന്നാൽ ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാവില്ല. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അദ്ദേഹം തുറന്ന വാഹനത്തിൽ കയറുന്ന ഭാഗത്ത് പ്രവർത്തകർ ഉണ്ടായിരിക്കില്ല എന്നാണ് സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. പ്രവർത്തകർ ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നായിരിക്കും കൂടുതലായി ആളുകൾ ഉണ്ടാവുക. 2 ഭാഗത്തും നമുക്കറിയാവുന്നതുപോലെ നേരത്തെ BJP ജില്ലാ നേതൃത്വമെല്ലാം അറിയിച്ചതുപോലെ 50,000-ലധികം പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടക്കം എത്തിച്ചേരുന്നുണ്ട്. ഈ പ്രവർത്തകർ ഈ ബാരിക്കേഡുകളുടെ ഇരുവശത്തുമായിട്ടായിരിക്കും നിലയുറപ്പിക്കുക. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ പ്രത്യഭിവാദ്യം ഏറ്റുവാങ്ങുന്നതിനുമായി ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോൾ തന്നെ വാഹനങ്ങളിൽ പല ഭാഗങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 500ഓളം വാഹനങ്ങളാണ് ഇതിനായി ജില്ലാ നേതൃത്വം ബുക്ക് ചെയ്തിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പലവട്ടം ഇവിടെ പരിശോധന നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഒപ്പം തന്നെ കേന്ദ്ര സുരക്ഷാ വിഭാഗങ്ങളുടെയും എല്ലാം തന്നെ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം കടന്നു പോകുന്ന വഴികളിലെല്ലാം. അതുപോലെ തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി അദ്ദേഹം തുറന്ന വാഹനത്തിൽ നിന്ന് ആളുകളിലേക്ക് ഇറങ്ങി നടന്നു നീങ്ങാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മുമ്പും ഇത്തരത്തിൽ റോഡ് ഷോ നടന്നപ്പോൾ സമാനമായി കൊച്ചിയിൽ ഇതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടന്നിട്ടുള്ളത് തേവരയിലാണ്. അന്ന് യുവം എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള യുവജന സമ്മേളനത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് എത്തിയത്. അദ്ദേഹം തേവരയിൽ നിന്ന് റോഡ് ഷോയായി സമ്മേളനം നടക്കുന്ന SH ഗ്രൗണ്ടിലേക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. തുറന്ന വാഹനത്തിൽ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എങ്കിൽ ഏറെ ദൂരം അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഇരുവശത്തും നിൽക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങി. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ 1.25 കിലോമീറ്ററോളം വരുന്ന ദൂരത്തിൽ നല്ലൊരു ഭാഗം അദ്ദേഹം ചിലപ്പോൾ നടന്നു തന്നെ യാത്ര ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവേശം തന്നെയായിരിക്കും ജനിപ്പിക്കുക. ആ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുക, അവർക്ക് അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്യുക എന്നത് തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ തൃശ്ശൂരിൽ അടക്കം പ്രധാനമന്ത്രി എത്തിയ സമ്മേളനങ്ങളിലെല്ലാം വലിയ ബഹുജന പങ്കാളിത്തം തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞത്. അവിടെയും നടത്തിയ റോഡ് ഷോകളിൽ റോഡിനിരുവശവും 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. സ്ത്രീകളടക്കം സമ്മേളന വേദിയിൽ പങ്കെടുത്തു. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ പ്രധാനമന്ത്രിയുടെ 2ാമത്തെ സന്ദർശനമാണ്. ഓരോ സന്ദർശനവും വിജയകരമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും BJP ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വങ്ങളും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ മറ്റു ചുമതലപ്പെട്ട ഭാരവാഹികളും അടക്കം ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തു തന്നെയായിരുന്നു, എറണാകുളം ജില്ലയിൽ ക്യാമ്പ് ചെയ്തു തന്നെയായിരുന്നു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം ഈ ഒരു റോഡ് ഷോയ്ക്ക് ഉണ്ടാകും. അത്തരത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടിരിക്കുന്നു. 7 മണിയോടെയായിരിക്കും ഇപ്പോഴത്തെ നിലയിൽ അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റോഡ് ഷോ ആരംഭിക്കുക. ഈ റോഡ് ഷോ കടന്നു പോകുന്ന ആദ്യം എറണാകുളം ജനറൽ ആശുപത്രി, സുഭാഷ് പാർക്ക് അവന്യൂ റോഡിലൂടെയാണ് കടന്നു പോകുക. അതിനുശേഷം അദ്ദേഹം ഗസ്റ്റ് ഹൗസിലായിരിക്കും ഇന്ന് രാത്രി തങ്ങുക. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികൾക്കായി അദ്ദേഹം നാളെ ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നതും പൊതുവെ കേന്ദ്ര പദ്ധതികളടക്കം രാജ്യത്തിന് സമർപ്പിക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും എല്ലാം ചെയ്യുന്നത്. സ്ത്രീകളടക്കം നിരവധി പേർ ഇപ്പോൾ തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം നിലവിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. മാത്രമല്ല, ഗതാഗത ക്രമീകരണങ്ങളടക്കം അല്പസമയത്തിനകം ശക്തമാക്കും. ആ സമയം ഇതിലൂടെയുള്ള
വാഹന ഗതാഗതം പൂർണ്ണമായും തന്നെ തടയും. അവിടെ പ്രവർത്തകർക്ക് മാത്രമായിരിക്കും ആ സമയം ബാരിക്കേഡിന്റെ ഇരുവശങ്ങളിലുമായി നിലയുറപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും. പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങി വരുന്ന നാവിക വിമാനത്താവളത്തിന്റെ വഴിയിൽ കിരൺ കുമാർ ചേരുന്നുണ്ട് ആ ഭാഗത്തു നിന്നും. കിരൺ, പ്രധാനമന്ത്രി വിമാനം ഇറങ്ങി പുറത്തേക്ക് വരുന്ന ഭാഗത്താണ് കിരൺകുമാർ ഉള്ളത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ശക്തമാക്കിയിട്ടുണ്ടോ? ഒപ്പം ഈ സ്ഥലത്ത് ഗതാഗത നിയന്ത്രണങ്ങൾ അടക്കം എപ്പോഴാണ് പ്രാബല്യത്തിൽ കൊണ്ടുവരിക? വിഷ്ണു, കൊച്ചിയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി എത്തുന്നത്, അതായത് കൊച്ചിയിൽ നാവികസേന ആസ്ഥാനത്തുള്ള വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങുന്നത്. അവിടെ നിന്നും റോഡ് മാർഗമാണ് ഈ റോഡ് ഷോ നടക്കുന്ന എറണാകുളം KPCC ജംഗ്ഷനിലേക്ക് എത്തുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇത് തേവരപ്പാലമാണ്. ഈ തേവരപ്പാലത്തിന് അപ്പുറത്തെയുള്ള വശത്താണ് നേവൽ ബേസ് ഉള്ളത്. അവിടെ നിന്നും അദ്ദേഹം വാഹനത്തിൽ, അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൽ കടന്നു വരും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വിപുലമായ ഒരു ഒരുക്കങ്ങൾ തന്നെയാണ് കൊച്ചി നഗരത്തിൽ BJP പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ഈ തേവരപ്പാലം മുഴുവനും കൊടി തോരണങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്നെത്തും. ഇവിടെ നിന്നും പിന്നീട് KPCC ജംഗ്ഷൻ വരെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിനോടൊപ്പമാണ് പോകുന്നത്. ഈ KPCC ജംഗ്ഷനിലാണ് അദ്ദേഹം റോഡ് ഷോക്ക് വേണ്ടിയുള്ള വാഹനത്തിലേക്ക് കടക്കുക. ഈ വഴികളിലെല്ലാം തന്നെ, അതായത് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ഭാഗികമായി തന്നെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട് കൊച്ചി നഗരത്തിൽ. ഈ വഴിയൊക്കെല്ലാം തന്നെ സാധാരണഗതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ ഇപ്പോൾ തിരക്ക് വളരെ കുറഞ്ഞൊരു സാഹചര്യമാണ്. വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ഈ വഴി ഇപ്പോൾ കടത്തി വിടുന്നുള്ളൂ. ഈ 2 മണിയോട് മുതൽ, അതായത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ ഭാഗികമായിട്ടുള്ള ഒരു ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിട്ടുള്ളത്. 4:15 പൂർണ്ണമായിട്ടും ഗതാഗതം നിയന്ത്രിക്കും. പ്രത്യേകിച്ച് ഈ റോഡ് ഷോ നടക്കുന്ന ഭാഗങ്ങളിൽ. അത് KPCC ജംഗ്ഷൻ ആണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ KPCC ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ കടന്നു പോകുന്ന ഹോസ്പിറ്റൽ റോഡ്, അതുപോലെ തന്നെ പാർക്ക് അവന്യൂ റോഡ്, ഈ തുടങ്ങിയ റോഡുകളിലെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഗതാഗതം നിയന്ത്രിക്കാനാണ് നിർദ്ദേശം. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ, അതായത് നിലവിലിപ്പോൾ പോലീസ് നൽകിയിട്ടുള്ള ഒരു ഗതാഗത നിയന്ത്രണത്തിന്റെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് ഇങ്ങനെയാണ്. ഈ റോഡ് ഷോ കടന്നു പോകുന്നതായിട്ടുള്ള വഴികളിൽ അതിൽ ഒന്ന് ഹൈക്കോടതി മുതൽ മേനക വരെയുള്ള വഴി പൂർണ്ണമായി തന്നെ തടയും. അതേപോലെ ഒപ്പം തന്നെ എറണാകുളത്ത് നിന്ന് ഈ MG റോഡ് വഴി ഈ ഹോസ്പിറ്റൽ റോഡിന്റെയൊക്കെ സമീപത്തേക്ക് കയറുന്ന ചില ചെറിയ ചെറിയ വഴികളുണ്ട്. ഈ പോക്കറ്റ് റോഡുകളെല്ലാം തന്നെ, അതൊന്ന് വുഡ്ലാൻഡ് ജംഗ്ഷൻ, ഒപ്പം തന്നെ മറ്റ് ജഡ്ജസ് അവന്യൂ, അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. 4:15 തന്നെ പൂർണ്ണമായിട്ടും ഈ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇതേ സമയത്ത് തന്നെ നഗരത്തിൽ വലിയൊരു ഗതാഗത കുരുക്ക് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള നിർദ്ദേശവും പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പകരം വഴികളിലൂടെ, അതായത് ഈ പ്രധാന റോഡുകൾ MG റോഡ് അടക്കമുള്ളവ അടച്ചിടുന്ന ഒരു സാഹചര്യത്തിൽ അപ്പുറത്ത് കടവന്ത്ര വഴി, ഒപ്പം തന്നെ തേവര ജംഗ്ഷൻ തുടങ്ങിയ കണ്ടെയ്നർ റോഡ് തുടങ്ങിയ മാർഗങ്ങളിലൂടെ വണ്ടികൾ തിരിഞ്ഞു പോകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഏതായാലും പോലീസ് നൽകിയിട്ടുള്ളത്. ഏതായാലും പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നിറങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇന്നലെ തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അവസാനവട്ട വിലയിരുത്തലുകൾ SPGയും ഒപ്പം തന്നെ പോലീസും നടത്തുകയുണ്ടായി. ഇന്നലെ വൈകിട്ട് SPGയുടെ നേതൃത്വത്തിൽ വലിയ വലിയൊരു പരിശോധന തന്നെയാണ് ഈ റോഡ് ഷോ കടന്നുപോകുന്ന വഴികളിലെല്ലാം തന്നെ നടത്തിയത്. ഈ റോഡ് ഷോയുടെ രീതിയിൽ തന്നെ ഒരു ട്രയൽ റണ്ണ് ഇന്നലെ SPG നടത്തിയുണ്ടായിരുന്നു. ഏതായാലും ഇനി ഗതാഗത നിയന്ത്രണം കൂടി പൂർണ്ണമായിട്ടും വരും. 4:15 തന്നെ കൊച്ചി നഗരത്തിൽ പ്രധാന വഴികളിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ ആരംഭിക്കുന്നതായിരിക്കും. വിഷ്ണു.